അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നാണ് ആ ദിവസം. ഏത് ദിവസം എന്ന് ചോദിക്കരുത് കേട്ടോ. ഇന്നാണ് 12-ാം തീയതി നമ്മുടെ മമ്മൂക്ക ഒരു വണ്ടർ മേഖലയിലേക്ക് എത്തുന്ന ദിവസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 12-ാം തീയതി ഇന്ന് രാത്രി ഒരു 7:30 കൂടിയിട്ട്, ഒരു പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. ഇന്നൊരു 7:30 കൂടിയിട്ട് അക്കാദമിക് മ്യൂസിയത്തിലെ ടെഡ്മാൻ തിയേറ്ററിലാണ് ഇന്നൊരു ചിത്രം പ്രദർശിപ്പിക്കാൻ പോകുന്നത്. മമ്മൂക്കയുടെ ചിത്രമാണ്. ചരിത്ര സംഭവമാണ് നടക്കാൻ പോകുന്നത്. വേർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്നൊരു വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ സിനിമയായിട്ട് നമ്മുടെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാർത്ത. ഏറെ അഭിമാനത്തോടെയാണ് ഒട്ടുമിക്ക ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടിയുടെ റേഞ്ച് അങ്ങ് ഹോളിവുഡ് മറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ വാർത്ത കൊടുത്തുള്ളത്. മമ്മൂട്ടിയുടെ റേഞ്ച് ഹോളിവുഡ് അറിയട്ടെ. ഓസ്കർ അക്കാദമിയിലേക്ക് ബ്രഹ്മയുഗം പ്രദർശനം നാളെ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇട്ടൊരു പോസ്റ്റായിരുന്നു. തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ റേഞ്ച് മറിയേണ്ട സ്ഥലങ്ങൾ ഹോളിവുഡിലുണ്ട്, അല്ലെങ്കിൽ ഹോളിവുഡുകാർ അത് അറിയണം എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇനി കൊടുമൺ പോറ്റി വിസ്മയം രാജ്യാന്തര തലത്തിലേക്ക് എന്ന രീതിയിൽ തന്നെ ക്യൂ സ്റ്റുഡിയോ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് കൂടി അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ പല ആളുകളും ഷെയർ ചെയ്ത പോസ്റ്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതൊരു സംഭവമാണ് എന്ന് ഏകദേശം സോഷ്യൽ മീഡിയയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. എത്ര പേരെ തലയിലേക്ക് ഇത് എത്തിയെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും ഇന്നാണ് ആ പറയുന്ന ആ ഒരു അക്കാദമിക് സ്ക്രീനിങ് നടക്കാൻ പോകുന്നത്. കൊടുമൺ പോറ്റി രാജ്യാന്തര വിസ്മയമായിട്ട് ഇന്ന് രാത്രി 7:30 അവിടുത്തെ ആളുകൾ കാണും. അവിടുത്തെ ആളുകൾ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റൊക്കെ പുറത്തു വരും എന്നുള്ളതാണ്. ഇനി എന്താണ് കൊടുമൺ പോറ്റി നമുക്ക് തന്നിട്ടുള്ളതെന്നാണ്, മലയാളികൾക്ക് കൊടുമൺ പോറ്റി തന്ന ഒരു വിസ്മയം എന്ത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസ്മയം, ഈ കളറിന്റെ ലോകത്ത്, ഒരുപാട് നിറങ്ങളൊക്കെയുള്ള ഈ ലോകത്ത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു അപാര ധൈര്യമുള്ള ഒരു ചുവടുവെപ്പാണ് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ ചെയ്തത്. ഒരു സംശയമില്ല, അപാര ധൈര്യം വേണം. ഒന്നാമത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ വെച്ച് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സിനിമയാണ്. അത് വേണമെങ്കിൽ കളർ ഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു വണ്ടർ, ഒരു മാജിക്കൽ ഫിലിമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടെത്തിക്കാൻ സാധിക്കും. തീർച്ചയായും സാധിക്കും. അതിനുള്ള എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സിലെയും മറ്റൊക്കെ അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ സിനിമ നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നത് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന സംവിധായകനാണ്. ഇതിനൊക്കെ ഒപ്പം നമ്മൾ പറയേണ്ടത് രാഹുൽ സദാശിവനെയാണ്. എന്തായാലും അദ്ദേഹം അത് തീരുമാനിക്കുന്നു, ആ സിനിമ ഇറക്കുന്നു. ഇനി ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ട ആളുകളോടാണ്, നിങ്ങൾക്കത് കാണുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്ന് ഫീൽ ചെയ്തിരിക്കാം. പിന്നീട് അങ്ങോട്ട് പോകെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെന്നുള്ള തോന്നല് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയുന്നത് 1% പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് മറ്റൊക്കെ നമ്മൾ മറന്നു പോകുന്നു. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ പെർഫോമൻസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ പെർഫോമൻസ്. പോകെ ഏറ്റവും പുതിയ സംവിധായകരുടെ ഒപ്പം നിന്നിട്ട് സിനിമ ചെയ്യാൻ നിൽക്കുന്ന ഈ സമയത്തും, ഏറ്റവും പുതിയ കഥകളിൽ തേടിയിട്ട് യുവാക്കളുടെ മുമ്പിലേക്ക് എത്തുന്ന സമയത്തും ഈ ചെങ്ങാതി ഇയാളെ മിനുക്കുന്നു എന്നുള്ളതാണ്. സ്വയം പുതുക്കപ്പെടുക എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അത് അധ്യാപകരായാലും രാഷ്ട്രീയക്കാരായാലും ഒപ്പം തന്നെ നടന്മാരായാലും ഏതൊരു സാധാരണ മനുഷ്യനായാലും ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. പോകെ നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മളെ പുതുക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഈ സമൂഹത്തിന് വേണ്ടാത്ത ഒരു വിഭാഗം ജനതയായിട്ട് നമ്മൾ മാറിപ്പോകുന്നുള്ളതാണ്. അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ കഠിനമായിട്ടുള്ള ഒരു പ്രയത്നം നടത്തുന്ന ഒരു ചങ്ങാതിയായിട്ടാണ് എനിക്ക് പലപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഞാനിത് എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരന്തരം പുതുക്കപ്പെടുക എന്നുള്ളതാണ്. നോക്കൂ, ഈ ഒരു സിനിമയ്ക്ക് വരുമ്പോൾ, ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് എനിക്ക് പറയാനുള്ളത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ഇരിപ്പാണ്. അദ്ദേഹത്തിന്റെ കസേരയിൽ പോയി ഇരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് സോ സിമ്പിൾ. വളരെ സിമ്പിളായിട്ട് ഒരു പ്രോസസ്സാണത്. ഒരു ചെയറിൽ പോയി ഇരിക്കുക, ആ ഒരു ഇരിപ്പുണ്ടല്ലോ സുഹൃത്തുക്കളെ. നമ്മൾ അങ്ങനത്തെ കസേരയിൽ ഇരിക്കുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലതല്ല, ഈ ഒരു സിനിമയിൽ അതല്ല. മുറുക്കിയിട്ട് ഒരു പ്രത്യേക പല്ലൊക്കെ വെച്ചിട്ടാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്.
മുറുക്കാൻ മുറുക്കിയിട്ട് അത് ചങ്കിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കരകരപ്പ് കൊണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ശബ്ദവും അത് ആ ചങ്കിലേക്ക് എത്തുമ്പോൾ അതിനെ വീണ്ടും വായിലേക്ക് ഇങ്ങനെ തള്ളിയിടലും ആ മുറുക്കാൻ മുറുക്കിയിട്ട് തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്ന ആളോട് സംസാരിക്കുവാനും പ്രായമായതിനാൽ മുമ്പിലിരിക്കുന്ന ആള് പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ലീനിങ് ഉണ്ട്, ഒരല്പം മുന്നോട്ട് ആഞ്ഞിട്ടുള്ള ഒരു ഇരുത്തമൊക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, അത്ഭുതകരമായിട്ടുള്ള ഒരു മാനറിസമാണത്. കാരണം അത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതാണോ അദ്ദേഹം ഒബ്സർവ് ചെയ്തതാണെന്ന് അറിയില്ല. എന്തൊക്കെയായാലും അത് അദ്ദേഹം ചെയ്തു വെച്ച രീതി ഭയങ്കര രസമാണ്. അറിഞ്ഞെടുത്തോളം അതിലൊരു ചിക്കൻ കഴിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. ഒരു കഷ്ണം പോലും ഇറക്കിയിട്ടില്ല എന്ന് പറയുന്നത്. മമ്മൂക്ക ഒരു കഷ്ണം ചിക്കൻ പോലും വയറ്റിലേക്ക് ഇറക്കിയിട്ടില്ല. പക്ഷെ അത് ഒരു ഒറിജിനൽ പോലെയാണ്, കഴിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് അഭിനയം. അവസാന നിമിഷത്തിൽ ഒരു പ്രായമായ ഒരാളും പെട്ടെന്ന് യുവാവായിട്ടുള്ള മമ്മൂക്കയായിട്ട് ഇങ്ങനെ മാറുന്ന ഒരു രംഗമുണ്ട്. എത്ര രസകരമായിട്ടാണ് അതിൽ മമ്മൂക്ക നമ്മുടെ മുമ്പിൽ അത്ഭുതപ്പെടുത്തി അഭിനയിക്കുന്നത്. വളരെ പെട്ടെന്ന് പൈശാചികതയിലേക്കും ഒരു മനുഷ്യനിലേക്കുള്ള ഒരു മാറ്റം അത് സഡൻ ആയിട്ടാണ്. എനിക്ക് നിങ്ങളറിയാം, നിങ്ങൾ എൻ്റെ അപ്പനെ തീർത്ത ഒരാളാണ് എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്നുള്ളൊരു മാറ്റമുണ്ട് മമ്മൂട്ടിയുടെ. അങ്ങനെ അഭിനയം കൊണ്ടാണ് ആ ഒരു സിനിമ നിലനിന്നതെന്നൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് പോലും നമ്മൾ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ട് ആസ്വദിച്ച് ആഘോഷിച്ചത്. കാരണം അതിൽ അതിഗംഭീരമായിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പെർഫോം ചെയ്തു. അതിൻ്റെ ഗുണം അദ്ദേഹത്തിന് അവാർഡുകളും മറ്റുമൊക്കെ ആയിട്ട് കിട്ടി എന്നുള്ളത് അവിടെ കിടക്കട്ടെ. പക്ഷേ ഇങ്ങനെ ചില ചർച്ചകളൊക്കെ ഉണ്ട്. നമുക്ക് ആ സിനിമ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു നിമിഷത്തിലും അദ്ദേഹത്തെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയെ കുറിച്ചിട്ടും അദ്ദേഹം സിനിമയിലേക്ക് കൊടുക്കുന്ന സംഭാവനകളെ കുറിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ നിരന്തരം സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ എന്ത് തരം ഇഫക്റ്റാണ് നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തൊക്കെയാലും ഇന്ന് രാത്രിയോട് കൂടിയിട്ട് നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഓസ്കർ അക്കാദമിയിലെ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു. അത് മലയാള സിനിമയെ സംബന്ധിച്ച് അതൊരു ചരിത്ര നിമിഷമാണ്. ഞാൻ വിചാരിക്കുന്നത് ആ പ്രദർശിപ്പിക്കുന്നത് മിക്കവാറും നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും അത് ലൈവായിട്ടെങ്കിലും അത് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുമെന്നുള്ളതാണ്. കാരണം മലയാള സിനിമയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര നിമിഷമാണ്. ഇന്നേ ദിവസം മമ്മൂക്കയ്ക്കും ഒപ്പം തന്നെ രാഹുൽ സദാശിവനും അങ്ങോട്ട് ക്ഷണമുണ്ട്. രണ്ടുപേരും അങ്ങോട്ട് പോയൊന്നും ഒരു പിടുത്തമൊന്നുമില്ല. നമ്മളെ മുമ്പിലേക്ക് അത്ര ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിൽ ആ റെഡ് കാർപ്പറ്റിൽ നടക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആളുകളോടൊപ്പം ആ സിനിമ കണ്ട് ആ ഒരു അഭിനന്ദനം ഏറ്റുവാങ്ങിക്കാൻ നേരിട്ട് അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ, ആ ഒരു കഴിയുന്ന ദൃശ്യങ്ങളെല്ലാം ആ വീഡിയോസുകളെല്ലാം നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ അതെന്തൊരു ഭാഗ്യമുള്ള, എന്തൊരു രസകരമായ, എന്തൊരു വണ്ടർഫുൾ ആയിട്ടുള്ള നിമിഷങ്ങളായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പോകുന്നു. എന്തായാലും അത് സംഭവിക്കട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ ബൈ.